ഈ ട്രംപിന് എന്തു പറ്റി സാറേ? കാരണം അദ്ദേഹത്തിൻ്റെ പുതിയ പ്രസ്താവനയുണ്ട്, ഈ എലോൺ മസ്കിനെ നാട് കടത്തുമെന്ന്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇദ്ദേഹത്തിന് വേണ്ടി, ട്രംപിന് വേണ്ടി നിരന്തരം പണമൊഴുക്കിയും അതോടൊപ്പം തന്നെ പ്രചരണം നടത്തിയതും ഈ എലോൺ മസ്കാണ്. അവസാനം വിജയിച്ചപ്പോൾ ചവിട്ടി പുറത്താക്കുകയാണ്. ട്രംപിന് എന്തും സംഭവിച്ചോട്ടെ, അദ്ദേഹം വട്ടനാണ്, പൊട്ടനുമാണ്, പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാത്ത ആളുമാണ്. പക്ഷെ മസ്കിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ആകാംക്ഷ. കാരണം ഇലോൺ മസ്ക് ലോകോത്തര കോടീശ്വരനാണ്. ആ മസ്ക് എന്ന് പറയുന്ന ആൾ വെറും ഹസ്കായിട്ട് മാറുമെന്നോ ഇപ്പോൾ എൻ്റെ സംശയം. ഹസ്കായി കഴിഞ്ഞു ഏറെക്കുറെ. ഹസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമിയുടെ വില നമുക്കറിയാമല്ലോ. ഉമിക്കരിയായി തീരുമെന്നുമുണ്ട്. കാരണം ഇപ്പോൾ ആ കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്ന് ഞാൻ കേട്ടത്. ചാർട്ടേഡ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിമാനമുണ്ട്, അത്രയും ദൂരം ഓടില്ല. പക്ഷേ സ്പേസിൽ പോകുന്ന ആൾക്കാണോ വിമാനത്തിന് ക്ഷാമം? റെഡിയാക്കി വെച്ചിരിക്കുക, ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. പ്ലെയിൻ ബുക്ക് ചെയ്തിരിക്കുക ചാർട്ടേഡായിട്ട് അടുത്ത ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ കേട്ടത്. കാരണം മസ്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു കോടീശ്വരനായിട്ട് ഇങ്ങനെ ഒരു ആജാനുബാഹുവായിട്ട് ആകാശം മുട്ട നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലേ? സ്പേസ് വരെ പോകും അദ്ദേഹത്തിൻ്റെ തല അല്ലേ? തല ഭയങ്കരമാണ്, ബുദ്ധി ഭയങ്കരമാണ്. അതിബുദ്ധിമാനായ അദ്ദേഹം അതിവേഗത്തിൽ വളർച്ച. നമ്മുടെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ റവന്യൂ വരുമാനത്തെക്കാൾ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിവർഷ ബജറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ സ്പേസ് എക്സ് മിഷൻ്റെ അതിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള ഇന്ത്യ എന്ന് പറയുന്ന 140 കോടി ജനങ്ങളുടെ രാജ്യത്തേക്കാൾ വരുമാനമുള്ള ഒരൊറ്റ വ്യക്തി, ഇതുപോലെ വേറെ പല വ്യക്തികളുണ്ട്. സൗദി അറേബ്യയിലെ പെട്രോൾ പാടങ്ങൾ സ്വന്തമായിട്ടുള്ള ഷെയ്ഖുമാരേക്കാൾ വരുമാനമുള്ള ഒരു വ്യക്തി സ്വന്തം അധ്വാനം കൊണ്ട് നേടിയതാണ്. മറ്റേത് ദൈവം തന്ന ആ എണ്ണ ഖനികൾ കൊണ്ട് മാത്രം നേടിയതാണ് എന്ന് ഓർക്കണം. അപ്പോൾ സ്വന്തം അധ്വാനം കൊണ്ട്, ബുദ്ധി കൊണ്ട്, ബിസിനസ് ചെയ്യണമെങ്കിൽ ബുദ്ധിയില്ലാതെ പറ്റില്ല. ആ ബുദ്ധി കൊണ്ട് നേടിയ ഒരു മഹാസാമ്രാജ്യമാണ് ഇദ്ദേഹത്തിനുള്ളത്, സ്പേസ് എക്സ് മിഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ വേറെയും സ്ഥാപനങ്ങളുണ്ട്. ഇദ്ദേഹത്തെ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചത്. വാസ്തവത്തിൽ അതാണ്. പണം നല്ലപോലെ എറിഞ്ഞു. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ അവിടെ നിയന്ത്രണങ്ങളൊന്നുമില്ല. നല്ലപോലെ പണം വാരി എറിഞ്ഞുകൊണ്ട് അദ്ദേഹം വിജയം കൈവരിച്ചു. ട്രംപിനെ മഹാഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചു. എന്നിട്ട് സർക്കാരിൻ്റെ ചെലവുകൾ കുറയ്ക്കാനുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാനാക്കിയിട്ട് അദ്ദേഹത്തെ വെച്ചു. അദ്ദേഹം വളരെ നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞ ഡേറ്റിന് മുമ്പ് റിപ്പോർട്ടെല്ലാം സമർപ്പിച്ചു. അതെല്ലാം സ്വീകരിച്ചു. അത് കട്ട് ചെയ്തു. പല സർക്കാർ ജീവനക്കാർക്കും ഫയർ ചെയ്തു. ശമ്പളം കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ കൊണ്ട് വെക്കുന്നു. യു ആർ ഫയർഡ് എന്ന് പറഞ്ഞ് ഒരു നോട്ടീസും വെക്കും. തീർന്നു. അവിടെ അത്രയേ ഉള്ളൂ. ഒരു CITU ഇല്ല, ഒരു ജോയിൻറ്റ് കൗൺസിലും ഇല്ല, NGO യൂണിയനും ഇല്ല അവിടെ ഇൻകുലാവ് വിളിക്കാൻ. ജോലി പോയി, അവർ വേറെ പോയി ചേർന്ന് കാണും. പ്രൈവറ്റ് ജോബ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇന്ത്യ പോലെ അല്ലല്ലോ സ്ഥിതി. അവരതിനേക്കാൾ കൂടുതൽ ശമ്പളത്തിൽ ജോലിക്ക് പോയി കാണും. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി, ട്രംപിന് വേണ്ടി പണം ഒഴുക്കിയും അതോടൊപ്പം തന്നെ നിരന്തരം പ്രചരണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ട്രംപിന് വേണ്ടി പോരാടിയ ആ മനുഷ്യനെ എന്തുകൊണ്ടായിരിക്കും വിജയിച്ചു കഴിഞ്ഞാൽ അതിലേക്കായം വരുന്നത്? ക്രമേണ അതിലേക്കായം വന്നുകൊണ്ടിരിക്കും. ഇത് പാസ്സാക്കി സന്തോഷമായിട്ട് ഈ മസ്ക് ഇരിക്കുകയായിരുന്നു, ഇലോൺ മസ്ക്. ചെറുപ്പക്കാരനാണ് ഇയാൾ, ഒരു ചെറുപ്പക്കാരനാണ്. ശ്രീധനേക്കാളും ചെറുപ്പക്കാരനാണ് പുള്ളി. അതിനിടയ്ക്കാണ് ഇത്രയും പണം ഉണ്ടാക്കിയത് ഈ പുള്ളിക്കാരൻ. എന്നിട്ട് എന്ത് ചെയ്തു? സന്തോഷമായിട്ടിരുന്ന് ഇങ്ങനെ ഉപദേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപ് വേറൊരു കാർഡ് അങ്ങ് എടുത്തിട്ടു. ആ കാർഡ് എന്താണെന്നറിയാമോ? അമേരിക്കൻ പൗരന്മാരുടെയൊക്കെ നികുതി കുറച്ചുകൊണ്ടുള്ള വേറൊരു പരിഷ്കാരത്തിന് കോൺഗ്രസിൻ്റെ അംഗീകാരം കിട്ടിയിട്ടില്ല. ഈ ജൂലൈ 4-ന് ആണ് അംഗീകാരത്തിന് വേണ്ടി കോൺഗ്രസിൽ പോകുന്നത്. കിട്ടുമെന്നുള്ളത് സംശയമാണ്. പക്ഷേ അങ്ങനെയൊന്ന് വന്നപ്പോൾ മസ്ക് ഒരു വശത്തൂടെ ഇയാൾ മുഴുവൻ ചിലവും ചുരുക്കി, മറുവശത്തൂടെ ചിലവ് കൂട്ടുക, ഗവൺമെൻറ്റിൻ്റെ ബാധ്യത വർദ്ധിപ്പിക്കുക, ഗവൺമെൻറ്റിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോവുക. അപ്പോൾ ഈ എന്താ ചെയ്തത്? ട്രംപിൻ്റെ ബുദ്ധി എന്താ? മസ്കിനെ കൊണ്ട് ഒരു വശത്തൂടെ വരുമാനം കുറച്ചിട്ട് ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ടാക്സ് കുറയ്ക്കുക. വളരെ പ്രായോഗികമായിട്ടൊരു കാര്യമാണ് വാസ്തവത്തിൽ ട്രംപ് ചെയ്തത്, പറയാതിരിക്കാൻ വയ്യ. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പോകുന്ന നമ്മുടെ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? ടാക്സ്. ഈ ടാക്സിൻ്റെ ഫലമായിട്ട് ബ്രിട്ടനിലൊരു മസാല ദോശ സാധാരണ ഹോട്ടലിൽ, വലിയ ഹോട്ടലുകളിൽ പോയാൽ നമുക്ക് അടുക്കാൻ പറ്റില്ല. ടാറ്റയുടെ ഹോട്ടലിൽ 5000 മിനിമം ചാർജ് എന്ന് പറയുന്ന പോലെയാണത്. നമുക്ക് അടുക്കാൻ പറ്റില്ല. 1800 രൂപ ഒരു മസാല ദോശ കഴിക്കണമെങ്കിൽ. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതല്ല, അവിടെ ഉണ്ടാക്കുന്നത് തന്നെ, ഇന്ത്യക്കാരുണ്ടാക്കുന്നത്. കഴിക്കണമെങ്കിൽ 1800. നമ്മുടെ വിമാനത്താവളങ്ങളിലാണ് അതിന് ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ളത്. അവിടെ പോലും 300 രൂപയ്ക്ക് നമുക്ക് കിട്ടും മാക്സിമം. ഇവിടെ 1800. അപ്പോൾ വലിയ പ്രശ്നമാണ് ഈ ടാക്സ് റെജീം. അതൊരു രാഷ്ട്രീയ പ്രശ്നവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം സേഫായിട്ട് ഇത് കുറച്ചു, അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല എലോൺ മസ്കിന്. എല്ലാ ചിലവും കുറച്ച് കമ്പനിയെ ലാഭത്തിലാക്കി
ശതകോടീശ്വരനായിട്ട് ഇന്ത്യയുടെ റവന്യൂവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയ ഒരു വ്യവസായി പ്രമുഖനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല, മനുഷ്യത്വത്തിന് ഒരു സ്ഥാനവുമില്ല, പൗരന്മാർക്ക് ഒരു സ്ഥാനവും. ലാഭം ലാഭം ലാഭം, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇത്രയും ലാഭം ഉണ്ടാക്കിയത്. ട്രംപിന് അത് പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കണം, ജനങ്ങളുടെ പിന്തുണ വേണം. പിന്തുണ വേണമെങ്കിൽ അവരുടെ ടാക്സ് കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്തു? മസ്ക് വിട്ടില്ല. ട്രംപിനെ പറ്റി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണല്ലോ, ആരോടെങ്കിലും ഒരു വിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇതാണല്ലോ പരിപാടി. ആ ലൈംഗികമായിട്ട് ഇയാൾക്ക് ആരുമായിട്ടൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് വലിയ പ്രചാരണം. മസ്ക് ഒന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദിക്ക് കിട്ടുന്നതിനേക്കാൾ വൈറലായിട്ട് അത് പോവും, ലോകം മുഴുവൻ അറിഞ്ഞു. ഇദ്ദേഹത്തിന് ലൈംഗിക ബന്ധം, ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വീക്ക്നെസ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. നമുക്കറിയാം ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം പണം കൊടുത്ത് രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കേസുകളെല്ലാം പിൻവലിക്കപ്പെട്ടു. പണം ഉണ്ടാക്കി അവിടെ നിന്ന് സാധിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഈ മനുഷ്യനെതിരെ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ സഹിക്കാൻ വയ്യാതായി ട്രംപിന്. പേരക്കുട്ടികളും ഒക്കെയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പേരിൽ ഈ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അയങ്ങൾക്ക് അപമാനമായിപ്പോയി. അപ്പോൾ പറഞ്ഞു ഇവനെ ഞാൻ വെച്ചേക്കത്തില്ല. എന്താ ഇപ്പോൾ ചെയ്ത്? തിരിച്ച് വീണ്ടും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ് ഈ മസ്കിന് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കോർപ്പറേറ്റ് സ്ഥാപനത്തിന് കൊടുത്ത സാഹചര്യങ്ങൾ മുഴുവൻ പിൻവലിക്കാൻ തീരുമാനിച്ചു. വേറൊരു കാര്യം, അവിടെയാണ് ഈ ബലൂൺ പൊട്ടിയതുപോലെ ട്രംപ് പൊട്ടിപ്പോകുന്നത്. കാരണം ഈ നമ്മുടെ രാജ്യത്തൊക്കെ പറഞ്ഞ ചങ്ങാതി മുതലാളിത്തം എന്ന് പറയുന്നല്ലോ, ക്രോണി ക്യാപിറ്റലിസം. ആ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ബലത്തിലാണ് ഇയാളിങ്ങനെ തടിച്ചു കൊടുത്ത് വൻ ലാഭം ഉണ്ടാക്കുന്ന ഒരു വ്യവസായിയായിട്ട് മാറിയത്. ആ രഹസ്യം പുറത്തു വന്നു. അമേരിക്കയിലിപ്പോൾ അദ്ദേഹം കടലിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിടപ്പെട്ട അല്ലെങ്കിൽ വലയിൽ കുടുങ്ങിയ മീനിനെ പോലെയാണ്. ആ ഇക്കോസിസ്റ്റത്തിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ലാഭം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ലിക്വിഡേഷൻ്റെ വക്കിലെത്തും. കാരണം ലാഭം കുറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ ലാഭം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ടാക്സിലും വമ്പിച്ച തോതിലുള്ള ഡിഡക്ഷൻ കൊടുത്തിട്ടാണ് അദ്ദേഹം നിലനിർത്തുന്നത്. ട്രംപിൻ്റെ ബുദ്ധി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പൊട്ടണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന നികുതി കുറച്ചതിനാണല്ലോ എന്നെ പഴിയായിരുന്നു. ശരി, എന്നാൽ നിങ്ങളുടെ നികുതിയും കൂടെ കുറച്ചേക്കാം. നിങ്ങളുടെ നികുതി ഞാൻ കൂട്ടിത്തരാം. അത് കൂട്ടണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ജനങ്ങളുടെ നികുതി ഭാരം കൂട്ടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ നികുതി ഭാരം ആദ്യം കൂട്ടിത്തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൂട്ടി. കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ, കോർപ്പറേറ്റ് ഡിഡക്ഷൻസ് എല്ലാം പിൻവലിച്ചു. അതോടുകൂടി വലിയ പ്രയാസത്തിലായിരിക്കും എലോൺ മസ്ക്. പഴയ രീതിയിൽ ലാഭത്തിൽ പോകാൻ പറ്റില്ല. കമ്പനികളുടെ വളർച്ച എന്ന് പറയുന്നത് സാധാരണഗതി ആ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കണം. അല്ല, ഇപ്പോൾ ട്രംപിന്റെ നിലപാട് ഇദ്ദേഹത്തെ നാട് കടത്താനാണ് തീരുമാനം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങളല്ല, ഐ തിങ്ക് ഓഫ് ദാറ്റ് എന്നാണ് പറഞ്ഞത്. അല്ല, ഇനി അവസാന ഘട്ടത്തിൽ പിടിച്ച് ജയിലിൽ അടയ്ക്കുമോ അവസാനം? ട്രംപിന് അങ്ങനെയും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാം. മസ്കിനെ നാട് കടത്തുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം എനിക്കറിയില്ല, നമുക്ക് നോക്കേണ്ടിയിരിക്കും. ഐ ഡോണ്ട് നോ, വി ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ഇതാണ് പറഞ്ഞ ഉത്തരം. അപ്പം അതുകൊണ്ട് അല്ല, അതാണ് അദ്ദേഹം ഒരു സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത മനുഷ്യനാണ്. സ്ഥിരതയില്ലാത്ത, കാരണം എല്ലാ കാര്യത്തിലും അദ്ദേഹം സ്ഥിരമായിട്ട് ചൈനയുമായിട്ട് വലിയൊരു യുദ്ധത്തിന് പോയിട്ട് അദ്ദേഹം കണ്ട ചൈനയുടെ ചങ്ങാതിയായിട്ട് മാറി അടുത്ത വർഷം എന്ന് പറയുന്നത് പോലെ തന്നെ ആഫ്രിക്കയിൽ പോകാൻ വരട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വരട്ടെ, പറഞ്ഞൊന്ന് വെരുട്ടിക്കഴിഞ്ഞാൽ ജയിലിൽ പിടിച്ചിട്ടു. ജയിലിലൊന്നും പോയില്ല. ഇവർ രണ്ടും പിന്നെ തോളെ കൈയിട്ടുണ്ടോ നടക്കുന്നേ. ഷീ ജിൻപിങ്ങും ട്രംപും ഇപ്പം ഇങ്ങനല്ലേ എന്ന് പറയുന്ന തോളെ രണ്ടുപേരും കൂടെ കൈയിട്ടുണ്ടോ നടക്കും. ഇന്ത്യ ഒന്ന് പിണങ്ങി, ട്രംപ് ഒന്ന് വെരുട്ടി ഇയാൾ എന്തെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കള്ളത്തരവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞങ്ങൾ പൊളിക്കുക എന്ന് പറഞ്ഞൊന്ന് വെരുട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ത്യയുമായിട്ട് സമഗ്രമായ ഒരു സാമ്പത്തിക കരാർ ഒപ്പിടാൻ വരും, അത് നിങ്ങൾ കണ്ടു, നരേന്ദ്രമോദി മെടുക്കാനാണെന്ന് പറഞ്ഞ് അടുത്ത നിമിഷം മാറി. അതാ ഞാൻ പറയാം, സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഒരു തുഗ്ലക്ക് എന്ന് മാത്രം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.